തീർച്ചയായും. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ നയതന്ത്രത്തിൽ നമ്മൾ പല നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു, ഐക്യരാഷ്ട്രസഭയെ കാര്യങ്ങൾ ബോധിപ്പിച്ചു, അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണ നമ്മൾ ഒരു പരിധിവരെ വാങ്ങി, കശ്മീർ ജനതയുടെ വിശ്വാസം ആർജിക്കാനായി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നൊക്കെ ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇന്ത്യ നടത്തുന്നു എന്നുള്ളതാണ്. ഇതുവരെ സ്വീകരിച്ച നയതന്ത്ര നീക്കങ്ങൾ ഒരു തിരിച്ചടി എന്ന രീതിയിൽ പര്യാപ്തമാണ് എന്ന് തന്നെ കരുതാമോ? തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പോൾ കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരു സിഗ്നൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഏത് സമയവും നിങ്ങളെ ഏത് രീതിയിലെന്ന് മാത്രം നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മൾ സജ്ജമാണ്, നമ്മൾ അതിന് ഒരുങ്ങുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ 2022 വരെ. 2018-നും 2022-നും വരെ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ അവരുണ്ടായിരുന്നു. അപ്പൊ അത് പാകിസ്ഥാന് വരുത്തിയ സാമ്പത്തിക നഷ്ടം വലുതാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും പിന്നെ പാകിസ്ഥാനിലേക്ക് വരില്ല, ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ കുറഞ്ഞിരുന്നു. അപ്പൊ അത് വലിയ $1 ബില്യൺ നഷ്ടങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും പാകിസ്ഥാൻ എന്താ പറയുക FATFന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വലുതാണ്, വളരെ വലുതാണ്. അപ്പൊ ഇന്ത്യ ഇപ്പോ എന്താ പറയുക വളരെ സ്ട്രോങ് ആയി തന്നെ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ വഴി അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി ആക്ഷൻ വഴി, ഇപ്പൊ മിലിറ്ററിക്ക് എല്ലാ എന്താ പറയുക ഫ്രീഡം ഉണ്ട്, എന്ത് ആക്ഷൻ വേണമെങ്കിൽ അവർക്ക് എടുക്കാമെന്നൊരു പൊസിഷനിലാണ് മിലിറ്ററി നിൽക്കുന്നത്. മറുഭാഗത്ത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴിയുള്ള നീക്കങ്ങളൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാൻ എന്തുകൊണ്ടും പേടിപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം എന്നറിയാം. കാരണം തുടക്കത്തിൽ നമ്മൾ കണ്ട റിയാക്ഷൻസ് അല്ല പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ കാണുന്നത്. തുടക്കത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അഗ്രസീവ് റെസ്പോൺസ് ആയിരുന്നു. ആ അഗ്രസീവ് റെസ്പോൺസ് ഒക്കെ ഇപ്പൊ മാറി. ഇപ്പൊ അവർ UN-ലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ പാകിസ്ഥാൻ തന്നെ അറിയാതെ ചില അഡ്മിഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പം ബിലാവൽ ഭൂട്ടോനെ പോലുള്ള ആളുകൾ ബിലാവൽ പറഞ്ഞിട്ടുണ്ട്, അതായത് വി ഹാവ് എ പാസ്റ്റ്, അതായത് നമുക്കൊരു പാസ്റ്റ് ഉണ്ട് ബട്ട് വി ഹാവ് മൂവ്ഡ് ഓൺ എന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഒരു ക്ലിയർ അഡ്മിഷൻ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഹബ്ബായിരുന്നു ഒരു കാലത്ത്, ഇപ്പൊ ഞങ്ങൾ മാറിയെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിശ്വസിക്കാന്ന് എനിക്കറിയില്ല. കാരണം ഈ വർഷം തന്നെ നമുക്ക് അറിയാം ഹാഫിസ് സയ്യിദിന്റെ ജമാഅത്തുൽ ദാവ അവര് പല റാലികളും നടത്തിയിട്ടുണ്ട് പഞ്ചാബില്. മസൂദ് അസറിന് ബഹാവൽപൂരിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണെന്ന് വളരെ ക്ലിയർ അഡ്മിഷൻസ് അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള തെളിവുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടും പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് നേഷനായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ നിൽക്കുമ്പം ഇന്ത്യയെ ഫേസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല പാകിസ്ഥാൻ. എന്തുകൊണ്ട് ഇപ്പൊ പാകിസ്ഥാന്റെ ആർമി ചീഫ് അവരുടെ നേവൽ ചീഫും എയർഫോഴ്സ് ചീഫും ഒക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെ നമുക്ക് കിട്ടിയ ചില അവരുടെ ഇന്ററാക്ഷൻസ് വാർത്തകളിലൊക്കെ അവരുടെ തന്നെ മാധ്യമങ്ങൾ അടിച്ചുവിടുന്ന കാര്യങ്ങളാണിത്. അവരുടെ ഈ പറഞ്ഞ പോലെ F-16 അവരുടെ JF-17 ഇതൊന്നും ഓപ്പറേഷണൽ കണ്ടീഷനിലല്ല. ഇന്ത്യൻ ആർമി അല്ലെ ഇന്ത്യൻ നേവി ഒക്കെ അവിടെ പ്രിപ്പയർനെസ് കാണിക്കുമ്പോൾ പാകിസ്ഥാൻ അതിനുള്ള ബേസിക് എന്താ പറയുക ഒരു വാർ പ്രിപ്പയർനെസ്സിന് പോലും അവർ ആ ഒരു അവസ്ഥയിലല്ല അവരുള്ളത്. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ തിരിച്ചടിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം, മറ്റു രീതിയിലുള്ള എന്താ പറയുക അവരുടെ ഇക്കോണമി തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ വർഷത്തേക്ക് പാകിസ്ഥാന്റെ സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സിവിൽ വാർ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം സിവിലിയൻസ് തന്നെ ആർമിയെ അറ്റാക്ക് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലും ആർമി പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് തലത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും എല്ലാ തലത്തിലും എന്താ പറയുക ടോട്ടലി ഡിസ്ട്രപ്റ്റഡ് ആയി നിൽക്കുന്ന ഒരു രാജ്യം. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് എന്തുകൊണ്ടും ഇല്ല. പിന്നെ എക്കാലത്തും പാകിസ്ഥാന്റെ ഒരു ആൾട്ടർനേറ്റീവ് ചാനലായിരുന്നു ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് ടെറർ സ്പോൺസർ ചെയ്യുക. ഒരു ISI ടെററിസ്റ്റ് നെക്സസ് എല്ലാ കാലത്തും ഓപ്പറേഷനിലായിരുന്നു. ഈ പറഞ്ഞ പെഹൽഗാം അറ്റാക്ക് പോലും ISI ഒരു ലഷ്കർ തായ്ബ എന്താ പറയുക അവരുടെ ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഇത് പോയത്. ലഷ്കറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ലഷ്കറിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമിയുടെ 4th കോർപ്സ് കമാൻഡിൽ നിന്ന് വെറൊരു 20 കിലോമീറ്റർ ദൂരെയാണ്. അത് വെറൊരു ജംഗിൾ ക്യാമ്പ് മാത്രമല്ല, അവിടെ സെമിനാർ ഹാൾ ഉണ്ട്, ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, ട്രെയിനിങ് സോൺസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ ശരിക്കും ടെററിസം ബ്രീഡ് ചെയ്യുന്ന, ടെററിസത്തെ വളർത്തുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇത് തിരിച്ചറിയുകയും ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്ന് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ ഒപ്പം തന്നെയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരു സെന്റിമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഒരു വാർ ഫേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി എന്തുകൊണ്ട് വരും? അതാണ് ശ്രീ നിജേഷ് അരവിന്ദ്